ഏത് ഗവൺമെന്റ് ആയാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അടിയേറ്റയിൽ ആനയും വീഴും എന്നുള്ള ഒരു പഴമൊഴിയുണ്ട്. അപ്പോ അതും കൂടാണ്ട് പിന്നെ പറ്റിയ എന്ന് പറഞ്ഞാല് ഇതുവരെ ഈ ഇത്രയും കൊല്ലം കൊടുക്കാണ്ട് അവസാന ഘട്ടത്തിൽ ഇപ്പൊ ഞമ്മക്കൊരു ഭക്ഷണമോ കാര്യമോ എന്തെങ്കിലും വിശക്കുമ്പല്ലേ വേണ്ട ഈ അവസാന ഘട്ടത്തിൽ കാര്യം സാധിക്കുകയും നടത്തുന്നു എന്നുള്ളൊരു തോന്നല് മറ്റുള്ള വോട്ടേഴ്സിന് ചില ആൾക്ക് അങ്ങനെ തോന്നും. എന്താ പറഞ്ഞാൽ ആദ്യത്തെ ഇതേപോലെ എൻഡിങ് ഓഫ് ദ ആ സമയത്ത് 5 കൊല്ലെത്തിയാലോ ഇവർ കിറ്റും കാര്യവും അതും പിന്നെ പ്രളയവും പിന്നെ മറ്റുള്ള അതും ഇതെല്ലാം പ്രകൃതി ദുരന്തം എല്ലാം വന്ന് ചേർന്നേരം ജനങ്ങൾ വിചാരിച്ചും ഇവർക്ക് തന്നെ കൊടുക്കാന്നുള്ള ഒരു ധാരണ വന്ന് ഞാൻ ഏത് ഗവൺമെന്റ് ആയാലും വന്ന അപ്പോ അത് സാറേ അത് നിറവേറ്റി കുറെ ഇവർ അലസത കാണിച്ചാൽ അതായത് ഈ മോന്തായം പറഞ്ഞ 64 മണി എല്ലാം ശ്രദ്ധിക്കണോ. അതായത് ഒന്ന് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധിക്കണം. തമാശ കളിയാ ഒരു ഭരണം ഏറ്റെടുക്കുമ്പോ എന്താ ശ്രദ്ധിക്കണ്ടേ? ഇതെന്താ പിള്ളേർ കളിയാറ്റ എല്ലാം തന്നെ ഇപ്പം തന്നെ 1500 കോടി ഒരു നഷ്ടത്തിൽ വന്നുകൊണ്ട് മറ്റേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിന്റെ പൈസ കിട്ടിയാൽ തന്ത്രം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവര് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവര് നോക്കൂലേ, അവരങ്ങനെ തന്ത്രം എന്നുള്ള. പക്ഷെ കേന്ദ്രം കൊടുക്കണം. പിന്നെ ഈ എൻഡിങ് ഓഫ് ദ ഇയറിൽ ഈ ഓഫർ പ്രഖ്യാപനം എത്രയോ കോടി ഇപ്പം കടമുണ്ട്. അപ്പോ ഈ 5 കൊല്ലം ആദ്യത്തെ ഒരു ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേം കഴിഞ്ഞ് അപ്പം ഇത് എല്ലാം പിന്നെ ആദ്യത്തെ ടേമിൽ വളരെ ഭംഗിയായിരുന്നു. രണ്ടാമത്തെ ടേം ആകെ അലങ്കോലപ്പെട്ടു. അതെന്താന്ന് പറഞ്ഞാല് ഈ വരവ് പിന്നെ അഡ്വർടൈസ്മെന്റും പിന്നെ നികുതിയും പിരിച്ച് ഏത് ഗവൺമെന്റും വരവ് വർദ്ധിപ്പിക്കണം. ഇത് പിന്നെ ഉറവുള്ള കിണറിൽ വെള്ളെടുക്കാൻ പറ്റും, വീണ്ടും വെള്ളെടുക്കാൻ പറ്റും. ഇത് പിന്നെ അതുമല്ല പിന്നെ വേണ്ടാത്ത പ്രോഗ്രാമും അതും ഇതും പലതും നടത്തിയിട്ട് ദൂർത്ത് പോലെ ചെയ്ത് അതായത് ഒരു കെയർലെസ് ആയിട്ട് അശ്രദ്ധമായിട്ട് ഏത് ഗവൺമെന്റിന് ഞാൻ പ്രത്യേകം പറയുന്ന ഞാൻ വ്യക്തിക്ക് ഇതുവരെ വോട്ട് കൊടുത്തില്ല.